നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? അതങ്ങനെ പിടിച്ചാട്ടെ. ഈ രാത്രി ഈ പുസ്തകവുമായി യോഗത്തിന് വരാൻ ദൈവം എനിക്ക് കരുത്തു തന്നത് ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ശിരസുന്നമിപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കുന്ന രാത്രി തീരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധമതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം. എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന്, ഈശ്വരാസ്തിക്യത്തിന്റെ പ്രഖ്യാപിത രേഖകളെന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പരിശുദ്ധ തിരുവെഴുത്തിന്റെ പരമ ഉത്കൃഷ്ടത, ഇതിന്റെ പവിത്രത, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത, ഇതിന്റെ തെറ്റിക്കൂടായ്മ, ഇതിന്റെ ദിവ്യത്വം, ഇതിന്റെ അപ്രമാദിത്വം അതെവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യന്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അതുല്യത നിലകൊള്ളുന്നത് ഒരു പിടി ആശയത്തിലല്ല, ഒരാളത്വത്തിലാണ്. കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ഇന്ന് രാത്രി ആ ആളത്വം ആരാണ്? കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് 30ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കയിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് 5 അപ്പം കൊണ്ട് 5000ങ്ങൾക്ക് പോഷണം നൽകി നന്മ സുവിശേഷിച്ച് നാടെങ്ങും സഞ്ചരിച്ച് സ്വന്തം ശിഷ്യനാൽ 30 വെള്ളിക്കാശിന്റെ തിളക്കത്തിൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് കാൽവറിയിൽ നമ്മുടെ പാപശാപ കാലുഷ്യങ്ങളും കീടനും പരിഹരിപ്പാൻ ബലിയായി മാറി കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കല്ലറയ്ക്കുള്ള ശവസംസ്കരിക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ കല്ലറ കാലിയാക്കി ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ കയ്യിൽ ചെങ്കോൽ വഹിച്ചുകൊണ്ട് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറേനായ യേശു എന്ന ആളത്വത്തിലാണ് ഈ ആത്മീയ സന്ദേശത്തിന്റെ അടിത്തറ ിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ യോഗത്തിൽ എനിക്കൊരു നിർബന്ധമുണ്ട്. ഈ സുവിശേഷ യോഗത്തിൽ സുവിശേഷം അതിന്റെ തനിമയിൽ അറിയണം. കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? ലോകത്തിലെ സകല മനുഷ്യർക്കും 3 വിധ ചരിത്രമേ പറയാൻ കഴിയൂ. 1 ജനന ചരിത്രം, 2 ജീവിത ചരിത്രം, 3 മരണചരിത്രം. ബുദ്ധിരാക്ഷസന്മാരെ, യുഗപ്രഭാവന്മാരെ, സമുദായ പരിഷ്കർത്താക്കളെ, മത നേതാക്കളെ, രാഷ്ട്രമീമാംസകന്മാരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ബുദ്ധിരാക്ഷസന്മാരെ ഒക്കെ എടുത്തു നോക്കൂ. 3 അധ്യായമേ ജീവിതത്തിനുള്ളൂ. 1 ജനനം, 2 ജീവിതം, 3 മരണം. എന്നാൽ മരിച്ചു കഴിഞ്ഞ് ഏത് ഡെഡ് ബോഡി കല്ലറയിൽ വെച്ചോ അവൻ തന്നെ ഉയർത്തെഴുന്നേറ്റു വന്ന് ചരിത്രം തുടർന്ന ഒരുവനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവല്ലാതെ ഒരുത്തനും ഇല്ലെന്ന് പറയാൻ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഉയർത്തുകയാണ്. അത് ഒരു പിടി തത്വചിന്തയല്ല, ഒരാളത്വത്തെയാണ് ഉയർത്തി കാണിക്കുന്നത്. ബുദ്ധമതം അടിത്തറയിട്ടിരിക്കുന്നത് ഒരു പിടി ആശയത്തിലാണ്.
ജൈനമതം അടിത്തറയിട്ടിരിക്കുന്നത് ജൈനന്റെ ആശയത്തിലാണ്. അതെ, സിഖ് മതം അടിത്തറയിട്ടിരിക്കുന്നത് ഗുരുനാനാക്കിന്റെ ആശയത്തിലാണ്. ഇസ്ലാം മാർഗം അടിത്തറയിട്ടിരിക്കുന്നത് മുഹമ്മദ് നബിയുടെ ആശയത്തിലാണ്. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ക്രിസ്തു മാർഗം അടിത്തറയിട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആശയത്തിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു എന്ന ആളത്വത്തിലാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഉറപ്പായി പറയുന്നു, നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ യേശു ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അവന് പരിഹരിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളില്ല, അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗശക്തികളില്ല. ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അവന്റെ കരം ഈ രാത്രി ഇവിടെ തന്റെ ജനത്തിന് വേണ്ടി നീട്ടാൻ തുടങ്ങുന്ന രാത്രിയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് തിരുവെഴുത്ത് തുറക്കാം വളരെ പ്രാർത്ഥനയോടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം, അതിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ച് സഹായിക്കാം. ലൂക്കോസ് 8-ന്റെ 22 മുതൽ 25 വരെ വായിച്ചാട്ടെ. മൈക്രോഫോണിന്റെ സഹായത്തോടെ ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവൻ പ്രാണഭയത്തിലായി. അടുക്കെ ചെന്ന് നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. വെള്ളത്തിൻ്റെ കോപത്തെ ശാസിച്ചു. അവൻ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു, ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അവർ ഗലീലയ്ക്ക് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ കരം ഉയർത്തി ശക്തിയോടെ. ഇന്ന് രാത്രി ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. തികച്ചും ഏകാഗ്രതയോടെ, ദൈവസന്നിധാന ചിന്തയോടെ നിങ്ങൾ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം സുവിശേഷത്തിന്റെ വളരെ കൃത്യതയുള്ള ഒരു വിശദീകരണമാണ്. ചരിത്ര വസ്തുതകളെ ആധികാരികമായി സമർത്ഥിച്ചുകൊണ്ട് യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തരത്തക്ക വിധം ലൂക്കോസ് സുവിശേഷകൻ ഡോക്ടർ ലൂക്കോസ് വസ്തുതകളെ ചരിത്രവുമായി കോർത്തിണക്കി നിരത്തുകയാണ്. ഗോതമ്പ് ദോശയിൽ നിന്ന് ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഒന്നും അധികം വരികയില്ല. സുവിശേഷത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ മറ്റൊന്നും അധികം വരില്ല. നമ്മുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദു നാസയുടെ കണ്ടുപിടുത്തമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഇന്ന് രാത്രി അവനെ ഉയർത്തിയാൽ ചില ദൈവപ്രവർത്തികൾ ഇവിടെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഞാൻ എൻ്റെ ഒരു കൊച്ചനുഭവം പറയാം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു യോഗത്തിന് പ്രസംഗിക്കുവാനായിട്ട് ഞാനൊരു എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാൻ അല്പം വൈകിയത് കൊണ്ട് രവീന്ദ്രൻ എന്ന ഒരു അക്രൈസ്തവ സഹോദരൻ സാക്ഷ്യം പറയുകയാണ്. അവിടെ വിശ്വാസത്തിലേക്ക് വന്നയാളാണ്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ഓഡിറ്റോറിയത്തിലൂടെ കയറി ചെല്ലുന്നത്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എൻ്റെ മനസ്സിനെ കോൾമയിൽ കൊള്ളിച്ചു. ഈ മീറ്റിങ്ങിന്റെ പുറകിൽ പ്രിയ സാംബാസ്റ്റർ വളരെ അധ്വാനിക്കുകയും ഒരുപറ്റം ജനത്തെ കൂട്ടി നിർത്തുകയും വളരെ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ സഭയുടെ ചരിത്രം പൂർണ്ണമാകുന്നത് മണ്ണിലല്ല വിണ്ണിലാണെങ്കിൽ ഇന്ന് രാത്രി മുഴങ്ങുന്ന സുവിശേഷത്തിന്റെ പ്രതിഫലനം ഒരു ദിവസം നിത്യതയിൽ വെളിപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. ഞാൻ കയറി ചെല്ലുമ്പോൾ ഈ സഹോദരൻ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ കാതോർത്തു. അദ്ദേഹം പറഞ്ഞു,
നിരണം ഭാഗത്തേക്ക് ഒരു ഓട്ടം പോയതിനു ശേഷം താൻ തിരിച്ചു വരികയാണ്. വരുന്ന സമയം ഒരു കണ്ടത്തിൽ ഒരു സുവിശേഷ യോഗം നടക്കുന്നു. ആ വഴിവക്കിലേക്ക് ഓട്ടോ ഒതുക്കിയതിനു ശേഷം ഒരു മയിൽക്കുറ്റിയിൽ താനങ്ങിയിരുന്നു. അല്പ മിനിറ്റുകളിൽ പ്രസംഗം കേട്ടു. യേശു തന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത് പോലെ തനിക്ക് ഫീൽ ചെയ്തു. താൻ യേശുവിനോട് വ്യക്തിഗതമായി ആ യോഗം കൺക്ലൂഡ് ചെയ്യുന്ന സമയം ഗ്രൗണ്ടിൽ യോഗം നടക്കുന്നു. പക്ഷേ ഈ വഴിവക്കിലെ ഓട്ടോക്കാരൻ മയിൽക്കുറ്റിയിലിരുന്ന് യേശുവിനോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിച്ചെന്നറിയാമോ? യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വാഴ്ച ഒരു പെൺകുട്ടിയെ കാണാൻ അവളുടെ വീട്ടിലെത്തത്തക്ക വിധം എൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് അവളോട് സംസാരിക്കുമ്പോൾ അവൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവളാണ് എന്ന് വ്യക്തിപരമായ സാക്ഷ്യം എന്നോട് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന യേശു കേട്ടു, യേശു ജീവിക്കുന്ന ദൈവമെന്ന് ഞാൻ ഉറപ്പിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു അടയാളം ചോദിച്ച് അനുതാപത്തോടെ ക്രൂശിന്റെ ചുവട്ടിൽ തന്നെ സമർപ്പിച്ച് ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി. ഞായറാഴ്ച പുലിയൂരിലുള്ള ഒരു പെന്തക്കോസ്ത് ഹാളിൽ ആരാധനയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച പെൺകുട്ടിയെ കാണുവാൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയപ്പോ കുടുംബാംഗങ്ങളുമായിട്ട് ഒരുമിച്ചെത്തിയ സമയം വ്യക്തിഗത സംഭാഷണത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ: ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ആചാരപ്രകാരമൊക്കെ വിവാഹം നടന്നാലും എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ യേശുവിനായി സമർപ്പിക്കപ്പെട്ടവളാണ്. എനിക്കൊരായുസ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് യേശുവിനായിട്ട് മാത്രമായിരിക്കും. അവൻ പറഞ്ഞു, കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 9:15 ഒരു കണ്ടത്തിൽ നടക്കുന്ന സുവിശേഷ യോഗത്തിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവനായി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശു ജീവിക്കുന്ന ദൈവം തന്നെ. രാത്രി കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിൽ നിന്ന് മഹത്വമർപ്പിക്കാമോ? ഈ സ്തോത്രമൊന്നും പോരാ. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ പറയണം, നിന്റെ കുടുംബത്തിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തിന് ഇന്ന് രാത്രി ഇറങ്ങി ഇടപെടാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അവൻ സങ്കല്പമല്ല, അവൻ യാഥാർത്ഥ്യമാണ്. എന്തിന്? കഥയുടെ പൂർണ്ണരൂപം ഇതാണ്. ഈ പെൺകുട്ടി നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയൊരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്തെ ഒരു പ്രത്യേക അപേക്ഷ അയക്കുകയും ആ വിധത്തിൽ ആ രാജ്യത്തോട്ട് കുടുംബമായി കയറിപ്പറ്റാൻ അവസരമുണ്ടാകുകയും അവിടെ ചെന്ന് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ പണ്ട് കണ്ടത്തിൽ പ്രസംഗിച്ച ഉപദേശി എന്ന പരിഗണനയിലാണ് എന്നെ ആ കൺവെൻഷന് വിളിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ: പ്രസംഗം സദസ്സിൽ കേട്ടുകൊണ്ടിരിക്കാതെ വഴിവക്കിൽ ഒരു ഓട്ടോയിൽ നിന്നിറങ്ങി മയിൽക്കുറ്റിയിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയുടെ കടുങ്കെട്ടുകളുടെ മേൽ ഇടപെടാൻ കഴിഞ്ഞവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ അവൻ എത്തിയിട്ടുണ്ടെന്നും എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി 9 മണിക്ക് യോഗം അവസാനിക്കും മുൻപ് എൻ്റെ യേശുവിന് ഇടപെടാൻ കഴിയുമെന്നും അകത്ത് ബോധ്യമുള്ള ഒരു ദൈവ പൈതൽ പോലും വാപൂട്ടി മൗനമായി ഒരു കാഴ്ചക്കാരിയെ പോലെ കാഴ്ചക്കാരനെ പോലെ ഇതിനകത്തിരിക്കരുത്. സ്തോത്ര സ്വരത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ സാന്നിധ്യം കൊതിച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കാൻ. ദൈവാത്മാവ് നിന്നോട് വ്യക്തിപരമായി ഇടപെടുന്ന രാത്രിയായി രാത്രി തീരും. ബത്സയിദ പുൽത്തകടിയിൽ 5000ങ്ങൾക്ക് പന്തിയും പാനവും വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയം യേശു ക്രിസ്തു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കരെ ആരുണ്ട്? 6000 ദുർഭൂതങ്ങൾ ബാധിച്ച് ശരീരം മുറിവേൽപ്പിച്ച് മരണത്തോട് ഇഞ്ചിഞ്ചായി അടുക്കുന്ന ഒരു ഭൂതബാധിതനുണ്ട്. ഞാൻ ഈ രാത്രി പറയട്ടെ, ആയിരക്കണക്കിന് ആളുകളുടെ നടുവിലെ ആദരവിനേക്കാൾ ഒരാത്മാവിന്റെ നിലവിളി തിരിച്ചറിയുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അവന് 10,000ങ്ങളുടെ അംഗീകാരമല്ല വലുത്. നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ വേദനയ്ക്ക് ഉത്തരം തരാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുക തന്നെ ചെയ്യും. അവർ അക്കരയ്ക്ക് പോകുകയാണ്. 4 പ്രതിഭാസങ്ങൾ ഒരുപോലെ രംഗപ്രവേശനം ചെയ്യുന്ന രംഗമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. ഇരമ്പി മറിയുന്ന കടൽ തിരമാലകളുടെ കൈക്കുമ്പിളിൽ ആടി ഉലയുന്ന പടകിൽ
അവർ തണ്ട് വലിച്ചു കുഴയുമ്പോൾ ഒറ്റ വാക്കിൽ അവിടുന്ന് പ്രകൃതിയെ നിലയ്ക്ക് നിർത്തുകയാണ്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നാഥനാണ് പടകിലുള്ളതെങ്കിൽ നിന്റെ മേലുള്ള വാഗ്ദത്തം പൂർണ്ണമാകുന്നതിന് മുൻപ് നിന്നെ തകർത്ത് കളയാൻ പ്രകൃതിക്ക് വിട്ടുകൊടുക്കാതെ എഴുന്നേറ്റ് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവന്റെ തേജസ്സിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്തെത്തിയിട്ടുണ്ട്. കരയുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഉത്തരം തരാൻ അവൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകൂ. പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി എഴുന്നേൽക്കും. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമാകാതെ നിന്റെ ജീവനെ തൊടാൻ അനുവദിക്കാത്ത ആ കരം ഈ പടകിൽ അധികാരം നടത്തുന്നു. അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിന് ജന കണ്ണുയർത്തി നോക്കട്ടെ. നിന്റെ ഇരമ്പുന്ന പ്രതികൂലത്തിൽ അവൻ എഴുന്നേൽക്കുന്ന ദിവസമാണ്. ഇരമ്പി മറിയുന്ന കടൽ തിരമാലകളുടെ മുൻപിൽ അവന്റെ ദിവ്യത്വം തെളിയുകയാണ്. അലറിയൊടുക്കുന്ന ഘോര ജന്തുക്കൾ ഇരമ്പുന്നത് പോലെ മഹാസമുദ്രം ഇരമ്പുമ്പോൾ ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിയവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്തോത്രം. ചാറില്ലാത്ത ചണ്ടി പോലെയായി ശരീരത്തിൽ നിന്ന് ഒഴുകി മാറുന്ന ചോര കൊണ്ട് മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവളുടെ വിറയ്ക്കുന്ന കരം നീട്ടി വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളുടെ രോഗശക്തി അവിടെ നിന്നെങ്കിൽ രോഗത്തിന്മേൽ അധികാരമുള്ള യേശു ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ സെമിട്രിയിലേക്ക് എടുക്കേണ്ട ഒരു ശവശരീരത്തിൽ നിന്നും പറന്നകന്ന് പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ ആ പെൺകുട്ടിയുടെ മൺശരീരത്തിലേക്ക് മടക്കി വരുത്തിയ യേശു ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അവൻ മരണത്തിന്മേൽ അധികാരമുള്ളവനാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയട്ടെ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ അവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇരമ്പുന്ന കടൽ തിരമാലകളുടെ മുൻപിൽ ഒറ്റ കൽപ്പനയിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിയപ്പോൾ അത്ഭുത പരതന്ത്രരായി ഇതികർത്തവ്യതാ മൂഢരായി സ്തബ്ധരായി സപ്തനാടികളും സ്തംഭിച്ചു പോയി എന്ന് പറയുന്നത് പോലെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ ആർ? സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അവനെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വമർപ്പിച്ചേ. യേശു ആര് എന്ന് ഗ്രഹിക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കാൻ തുടങ്ങുന്ന രാത്രിയാണ്. കണ്ണടച്ച് വാപൂട്ടിയിരുന്നത് കേൾക്കരുത്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനകത്ത് ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷ വേഷ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവല്ലാതെ ഒരുത്തരും ഇല്ലെന്ന് പറയാൻ ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഒരു സാധാരണ സ്തോത്രത്തോടെയല്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കരമടിച്ചു ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഞാൻ നിങ്ങളുടെ മുൻപിൽ വിളിച്ചു പറയട്ടെ, എൻ്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ ലാബിൽ പരിശോധിച്ചാൽ എൻ്റെ അപ്പൻ്റെ ക്രോമോസോമുകളുടെയും എൻ്റെ അമ്മയുടെ ക്രോമോസോമുകളുടെയും സങ്കലനമാണ് എൻ്റെ ആളത്വം. എന്നാൽ ജോസേഫിൻ്റെ ക്രോമോസോമിൽ നിന്നാണ് യേശു ജനിച്ചതെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നാൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടത്തക്ക വിധത്തിൽ മനുഷ്യത്വത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വന്നിട്ടുള്ള ഒരുവനെ ലോക ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു അല്ലാതെ ഒരുത്തരും ഇല്ലെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഈ പ്രഥമ രാത്രി യോഗത്തിൽ തന്നെ ശബ്ദമുയർത്തി വിളിച്ചു പറയുന്നു, അവന് തുല്യം ചരിത്രത്തിൽ ആരുമില്ല. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ തല ഉയർത്തി കാണട്ടെ, അവന് തുല്യം ചരിത്രത്തിൽ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, യേശു ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടതിന് ഈ ഭൂമിയിൽ ദൈവം ജനിക്കാൻ അറിഞ്ഞുകൊണ്ട് അനുവദിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ജനിച്ചത് തന്നെ ഈ ഒറ്റ വിഷയത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ യേശു ആരാണ് എന്ന ആ തലമുറയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ആ പ്രസംഗം ഒത്തിരി നാൾ ഒന്നും നീണ്ടില്ല കേട്ടോ. ഒരു വെള്ളി നക്ഷത്രം പോലെ, ഒരു കൊള്ളിമീൻ പോലെ അതിവേഗം ആത്മീയ തപസ്സിൽ ഉദിച്ചുയർന്ന്
ആ അത്ഭുത നക്ഷത്രം അപ്രത്യക്ഷമായി. ആ വ്യക്തിയുടെ പേര് ഞാൻ ഉദ്ധരിക്കാം, യോഹന്നാൻ സ്നാപകൻ. ആ ഒറ്റ ദൗത്യ നിർവഹണത്തിനായി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവൻ ആത്മാവിനാൽ അഭിഷിക്തനായി. എന്തിനാ? യേശു ആരാണ് എന്ന് ആ തലമുറയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ പ്രാർത്ഥനയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവൻ ആര്? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ലൂക്കോസ് 3:15 മുതൽ വായിച്ചാട്ടെ. വേഗം വേഗം വായിച്ച് സഹായിക്കണേ. ജനം കാത്തുനിന്നു. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. വായിച്ചാട്ടെ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വായിച്ചാട്ടെ. അവന് വീശുമുറം കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഇന്ന് രാത്രി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. യോഹന്നാൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? ഇത് സാധാരണക്കാരനല്ല. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നിലും ബലമേറിയവനാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം വെള്ളമാണ്. എന്നാൽ ഈ വ്യക്തി നിങ്ങളെ സ്നാനപ്പെടുത്താൻ വരുന്നവനാണ്. ഇദ്ദേഹം നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത് തീ കൊണ്ടായിരിക്കും. ഇനിയും വീശുമുറം ഇവന്റെ കൈകളിലുണ്ട്. കേട്ടോ, ഇന്ന് രാത്രി ഇതിനകത്ത് എത്തി നിൽക്കുന്നവൻ സാധാരണക്കാരനല്ല. അവന്റെ കൈകളിൽ വീശുമുറമുണ്ട്. നിങ്ങൾ അറിയണം, പ്രതിരൂപാത്മക പദപ്രയോഗം ഉപയോഗിക്കുകയാണ്, സിംബോളിക് ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിന്റെ ഒരു ഭാവനയിൽ കാണുക. അങ്ങ് ദൂരെ ഒരു വിശാലമായ വയൽ. ആ വയലിൽ കതിരിൽ പതിരും മണിയും ഒരുപോലെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പതിരിനാണോ മണിക്കാണോ തലക്കനം കൂടുതൽ? പതിരിന് തന്നെയാ തലക്കനം കൂടുതൽ. അമ്പടാ ഞാനേ എന്ന ഭാവത്തിൽ ഇപ്പൊ ഈ മണിയുടെ ഇടയിൽ പതിര് തലപൊക്കി പിടിച്ച് നിൽക്കുക. പതിരും മണിയും അടുത്തടുത്ത കസേരയിലായിരിക്കുന്നത്. പതിരും മണിയും ഒരേ ജൂബായിട്ടിരിക്കുന്നത്. ഒരേ കവറിങ്ങാണ്. സ്തോത്രം. എന്നാൽ വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ പാല് മുറ്റി മണിയാകേണ്ട സ്ഥാനത്ത് പാല് ചോർന്ന് ഈ ബാഹ്യപ്രകടനത്തിന്റെ കേസ് അല്ലാതെ അകത്തൊന്നുമില്ലാത്ത കാറ്റിൽ പറക്കുന്ന പതിര് തലപൊക്കി നിൽക്കുമ്പോ നിറഞ്ഞ മണി തല താഴ്ത്തി ഈ വയലിൽ നിൽക്കുകയാണ്. ഒത്തിരി നാളൊന്നും ഇങ്ങനെ വിലസുകേല. സ്തോത്രം. പതിരേതാ മണിയേതാ എന്ന് തെളിയിക്കാൻ വീശുമുറം കൈകളിൽ എടുത്തുകൊണ്ട് ഒരാൾ വരാൻ തുടങ്ങുകയാണ്. അവൻ കാര്യം തെളിയിച്ചേ അടങ്ങൂ. സ്തോത്രം. പതിരായി നിന്ന് മണിയായി അഭിനയിക്കുന്ന പലതും തീച്ചൂളയിൽ കത്തിത്തീരുമ്പോൾ മണികൾ മുഴുവൻ കളപ്പുരയിലേക്ക് മാറുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ പതിരിനെയും മണിയെയും തമ്മിൽ വിഭജിക്കുന്ന സാക്ഷാൽ ജഡ്ജിയാണ് ഈ നിൽക്കുന്ന നസറേയനായ യേശു. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, നാം പ്രസംഗിക്കുന്ന നസ്രായൻ സാധാരണക്കാരനല്ല, അവൻ ദൈവകോടതിയുടെ സുപ്രീം ജഡ്ജിയാണ്. സ്തോത്രം, സ്തോത്രം. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിങ്ങൾക്ക് അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ നിങ്ങൾക്ക് അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം.
അവിടെയും വിധി തള്ളിയാൽ പിന്നെ ഗതികേട് തന്നെയാ. മനസ്സിലായോ? സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിനൊക്കെ ദയാഹർജി കൊടുത്തു. എൻ്റെ പൊന്നേമാനെ ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ട്, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ ദയാഹർജി ലെറ്ററെല്ലാം കൂടെ ഒപ്പിട്ട് കൊടുത്തു. അതും അങ്ങ് തള്ളിയെന്നിരിക്കട്ടെ. ആളിനെ തൂക്കിലിടുന്നതിന്റെ തലേ രാത്രിയിൽ പ്രൊസീജിയറൊക്കെ പത്രങ്ങളിൽ മറ്റും വായിച്ച് നിങ്ങൾക്കറിയാമല്ലോ. രാത്രിയിൽ ശാന്തമായി ഉറങ്ങും, ഉറങ്ങാൻ അവസരം കൊടുക്കും, ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കും, രാവിലെ 4 മണിക്ക് ഉണർത്തും, ഡോക്ടർ ചെക്കപ്പ് നടത്തും, ഒടുവിൽ തൂക്കുകയറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും, മുഖം മൂടും, കഴുത്തുമുറുക്കും, കൊല്ലും, ബന്ധുക്കൾക്ക് ജഡം വിട്ടുകൊടുക്കും. പ്രൊസീജിയറൊക്കെ ഉണ്ട്. തലേ രാത്രി ഇയാൾ കിടക്കുന്ന മുറിയുടെ വാതിക്കൽ പോലീസുകാർ റോന്തിയുറ്റുമ്പോ അസ്വാഭാവികത കണ്ട് തൂക്കിക്കൊല്ലപ്പെടാൻ പോകുന്ന ഈ മനുഷ്യന്റെ മുറിയിലോട്ട് കയറി ഇയാളുടെ ശരീരം തളർന്നു കിടക്കുന്നത് പോലെ തോന്നിയപ്പോ നാടി പിടിച്ച് നോക്കിയെന്നിരിക്കട്ടെ, അത്ഭുതകരം, ഇയാൾ ചത്തു എന്നിരിക്കട്ടെ. അങ്ങനെ ആയാൽ എങ്ങനാകും വിധി? ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. വിധി നടപ്പിലാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധിയുടെ സ്വഭാവം എന്തായിരിക്കും? നിയമം അറിയാവുന്നവരോട് ചോദിക്കണം. വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഈ ജഡ്ജി വീശുമുറം കൈകളിൽ എടുക്കുന്ന വിധി വരുന്നതിന് മുൻപ് ഏത് മനുഷ്യ പ്രതി മരിച്ചാലും, കിണറ്റി ചാടിച്ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ചത്താലും, കെട്ടി തൂങ്ങിച്ചത്താലും, മരണം കൊണ്ട് വിധി മാറ്റിവെക്കാതെ ചത്ത് കിടക്കുന്നവനെ പുനരുത്ഥാനമെന്ന പ്രക്രിയയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഈ രാത്രി ശബ്ദം ഉയർത്തി പറയണം. ഞങ്ങൾ പ്രസംഗിക്കുന്നവൻ സാധാരണക്കാരനല്ല, അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന സാക്ഷാൽ ജഡ്ജിയാണ്. കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഇരിക്കുന്നത് കസേരകളിലാണെങ്കിലും ഇന്ന് രാത്രി ആ കോടതിക്ക് മുൻപിൽ നാം നിൽക്കേണ്ട ദിവസങ്ങൾ അധികം വിദൂരമല്ല എന്ന ചിന്ത നമ്മെ ഭരിക്കുന്നത് രാത്രിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ കൊല്ലവും അങ്ങ് ജീവിക്കാൻ അവസരം കിട്ടിയാൽ എത്ര കാലം നമ്മൾ ജീവിക്കും? ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് അടുത്ത കാലത്ത് ഇങ്ങ് ഇവിടെ നിന്നും പോകുകയെന്നുള്ള മട്ടില്ല ഇരിപ്പ്. ഒരിക്കൽ ഒരു വല്യപ്പച്ചന് കൊച്ചുമോള് വെള്ളം കൊടുത്തപ്പോ വാങ്ങിച്ചു കുടിച്ചേച്ച് അപ്പച്ചനങ്ങ് കരഞ്ഞു. എന്നെ അപ്പച്ച കരയെന്ന് ചോദിച്ചോ? പറഞ്ഞു, എടി മോളെ, നിന്റെ വല്യമ്മ എൻ്റെ മോൾ എനിക്ക് വെള്ളം തന്ന അവള് പോയി, അതിനുശേഷം അവിടെ മോൾ എനിക്ക് വെള്ളം തന്ന അവളും പോയി, ഇപ്പം ദൈവത്തിന് സ്തോത്രം, അതേ ആ കൊച്ചിൻ്റെ കൊച്ചുമോൾ നീ എനിക്ക് വെള്ളം തരിക, നിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഈ ഉള്ളോൻ ആരാ വെള്ളം തരുന്നെന്നോർത്ത് അങ്ങ് വല്ലാതെ കരഞ്ഞു പോയതാ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, എത്ര നാളുണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം? എത്ര നാളുണ്ട്? പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതം, തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ ഏകദേശം 80 വർഷം, ഏതാണ്ട് 29,200 ദിവസം മാത്രമേ ആയുസിലുള്ളൂ. അപ്പൊ ചിലർ വിചാരിക്കുക ഇനി 29,200 ഉണ്ടല്ലോ. അല്ല, പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ? മേരി ജോൺ തോട്ടം കുത്തി കുറിക്കുകയാ. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകിമാറി ജഡം ക്രമാൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇന്ന് രാത്രി ഓർക്കുക, 40 കഴിഞ്ഞില്ലേ, 99 മുക്കാല് അരക്കാല് ശാകാണി മുണ്ടാണിക്കും മിക്കവാറും എല്ലാവർക്കും. ഇനിയും ബാക്കി എത്ര ഉണ്ട്? ഒരു 14,000 ദിവസത്തിനുള്ളിൽ പെട്ടി കയറേണ്ടവരാണ് നമ്മളിൽ മിക്കവാറും എല്ലാം. പിന്നെ ഒരു 60-65 ഇച്ചിരി BP-യും ഷുഗറും കൊളസ്ട്രോളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 10,000-3000 ദിവസത്തിനുള്ളിൽ അങ്ങ് പോകും. സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി
ഈ രാത്രി എൻ്റെ കണ്ണടഞ്ഞാൽ എൻ്റെ നിത്യത എൻ്റെ തലയ്ക്ക് മുകളിലായിരിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ രാത്രി പറയട്ടെ, മഹാഭാരത കഥകളിൽ ശ്രദ്ധേയമായൊരു കഥയുണ്ട്. ശ്രദ്ധേയമാണ് ആ കഥ. യുധിഷ്ഠിരൻ സഹോദരങ്ങളെ വെള്ളത്തിന് വനവാസ സമയം വിടുന്നതാണ് രംഗം. വെള്ളത്തിന്റെ അടുക്കൽ ചെന്ന് കോരി കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അശരീരി ശബ്ദം. ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, കുടിച്ചാൽ മരണം ഉറപ്പാകും. പക്ഷേ ആവേശം കൊണ്ട് കുടിച്ചുപോയി എന്ന കഥ. മരിച്ചു വീണു. 1, 2, 3 മരണം തുടരുന്നു. ഒടുവിൽ പറഞ്ഞു വിട്ടയാളെ തന്നെ ചെന്നു. വെള്ളം കുടിക്കാൻ കയ്യിൽ കോരിയപ്പോൾ ഈ അശരീരി ശബ്ദം, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. താത്വികമാണ് ഭാരതീയ ചിന്തകളിലെ ആ ചോദ്യം. അതിൽ നിങ്ങൾക്കറിയാമോ, ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? വളരെ യാഥാർത്ഥ്യമാണ് യുധിഷ്ഠിരന്റെ മറുപടി. ചന്ദ്രബിംബത്തിൽ കാലുകുത്തി കാർ ഓടിച്ചതല്ല ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം. മഹാസമുദ്രത്തിന്റെ അതേ ആഴത്തിൽ ഊളിയിട്ടിറങ്ങിയതല്ല ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം. ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഉത്തരം കൊടുക്കുന്നു. ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും താൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ തുടരും എന്ന മിഥ്യാബോധം മനുഷ്യനെ ഭരിക്കുന്നു. അതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ചോദിക്കട്ടെ, ഇടത്തും വലത്തുമുള്ള ആളുകൾ മരിച്ചു വീണു, പക്ഷേ എന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ എന്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി കല്ലറയ്ക്ക് പുറത്ത് എന്തെന്നതിനേക്കാൾ കല്ലറയ്ക്കപ്പുറത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ കണ്ണ് തുറന്നാൽ സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായിരിക്കും. അത് ഈ രാത്രി ബോധ്യമുള്ള ദൈവമക്കൾ നിത്യതയ്ക്കായി ഒരുങ്ങുന്ന രാത്രിയാകട്ടെ. സ്തോത്രം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച ഒരു കഥയുണ്ട്, ഒരു കവിതയുണ്ട്. ഈ ലോകമെല്ലാം ഒരു നാടകം തൻ, മാലോകരെല്ലാം ഇതിലെ നടന്മാർ. ഓരോരോ നാളും നടനം നടത്തും, ഏഴംഗമുണ്ടീ നരനാടകത്തിൽ. അടുത്ത രംഗം നമ്മുടെ നാടകരംഗം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പലരും ആ രംഗങ്ങളിലൂടെ കടന്നുപോയി. ചിലർ അവസാനത്തെ രംഗത്തേക്ക് വന്നിരിക്കുക. ചോരക്കുടം പോലൊരു കൊച്ചുകുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴംതുണി കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നിതാദ്യം. ആ അഭിനയ രംഗം കഴിഞ്ഞവരെല്ലാം ഒന്ന് കരമുയർത്തിക്കെന്ന് പറഞ്ഞാൽ ഇതിരിക്കുന്നവരെല്ലാം അഭിനയ രംഗം കഴിഞ്ഞു വന്നതാ. സ്തോത്രം. രണ്ടാമത്തെ അഭിനയ രംഗം, പന്തും പടവും പമ്പരവും കറക്കി കളിച്ചു ചാടി കളിയോടിയാടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പയ്യൻ. സ്തോത്രം. അങ്ങനെയുള്ളവരെ അധികം പേരെ, 1, 2 അല്ലാതെ അധികം ഒന്നും കാണുന്നില്ല. മൂന്നാമത്തെ രംഗം, മുഖവും മിനുക്കി തലയും മിനുക്കി ബനിയൻ ബനാറീസ് 703 ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി പിന്നെ എന്ന് പറഞ്ഞാൽ തൊട്ടാ പൊട്ടുന്ന പ്രായം. വീതുളി, ബുൾഗാൻ, പഴുതാര ഒക്കെ അടിച്ച് ശരീരം മറ്റുള്ളവരുടെ മുൻപിൽ മോഹരൂപത്തിൽ പ്രദർശിപ്പിച്ചിറങ്ങുന്ന പ്രായം. പാവാട, ജാക്കറ്റ്, പട്ട് സാരി, കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ, പെങ്കോന്തനേവൻ പുറകെ ഈ വണ്ണം കാൺമാൻ ബൃഹത്താന്ത വിശേഷവേഷം. ഏത് പ്രായമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കല്യാണം കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന മിസ്റ്റർ മിസ്സസും കൂടെ ഇറങ്ങി വരുന്ന സമയം. ചില ആളുകൾ സ്തോത്രം പറയുന്നതിനിടയ്ക്ക് അടക്കി പിടിച്ച് ചിരിക്കുമ്പോൾ ഞാൻ ചിലരുടെ മുഖം വായിച്ചിട്ട് പറയുന്നു, എലിപ്പെട്ടിയിൽ വീണതുപോലെ ഇരിക്കുന്നു. സ്തോത്രം. എന്നാൽ ചിലർ ആ ദിവസത്തിന്റെ പ്രതീക്ഷകളിൽ കഴിയുന്നു. എന്നാൽ ഈ രാത്രി പറയട്ടെ, ആ രംഗവും കഴിഞ്ഞു. അവസാനം പിള്ളേരൊക്കെയായി. കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചുറ്റി കേട്ടോ. ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ പിള്ളേരുടെ സെറ്റിൽമെന്റിനെ കുറിച്ച് പറയുക. കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചുറ്റി കേട്ടോ. അപ്പോൾ ഭർത്താവ് തിരിച്ചു മറുപടി, പോടി അവൾ പഠിക്കട്ടെ, നിനക്കെന്തറിയാം, കുടുംബകലഹം ബഹുവിശേഷം. ചിലരുടെ മുഖം വായിച്ചെടുത്തിട്ട് പറയുന്നു, ഒരു കലഹം കഴിഞ്ഞാൽ ഇന്ന് യോഗത്തിന് വന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. പിള്ളേരെ കെട്ടിക്കുകയും വീട് വെക്കുകയും വസ്തു വീതം വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം. ഇനി അത് കഴിഞ്ഞിട്ട് ബലഹീനത അങ്ങോട്ട് തുടങ്ങും. ഇരിപ്പ്, മരപ്പ്, പെരുപ്പ്, തരിപ്പ്, ഇതിനെക്കുറിച്ചുള്ള ഘട്ടം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ മക്കളും കൊച്ചുമക്കളും ഒക്കെ അടുത്ത് വന്നിട്ട് ഈ അച്ചായൻ്റെ ശരീരത്തിന്മേൽ തിരുമ്മിക്കൊടുക്കുന്ന ഒരു പ്രായമുണ്ട്. ആ തിരുമ്മിക്കൊടുക്കുന്ന പ്രായം, സ്തോത്രം, കൈകാൽ പുളക്കുന്നു ഇല്ലേ?
കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്ത് തൻ മക്കൾ തിരുമ്മിടുന്നു. കാർപ്പാസ ബീജാതി ബല സുഗന്ധം എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നെല്ലാം അച്ഛൻ അങ്ങോട്ട് കുഴച്ചു കൊടുക്കുന്ന ടൈപ്പാ. കാർപ്പാസ ബീജാതി ബല സുഗന്ധം ബലഷഷ്ടമാംഗം എന്ന് പറഞ്ഞാൽ ബലം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ ബലഹീനത തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, ഇടത്തുവശം ചേർന്നിരിക്കുമ്പം വലത്തുവശം ചേർന്നിരിക്കണമെന്ന്, വലത്തുവശം ചേർന്നിരിക്കുമ്പം സ്തോത്രം പുറകോട്ട് ചാരിയിരിക്കണമെന്ന്. 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ട് ഇനി അങ്ങ് എഴുന്നേറ്റ് നിന്നാൽ മതി, എപ്പോൾ ഉപദേശം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വാച്ചേ നോക്കുന്ന ഒരു സമയം. സ്തോത്രം, അവസാനം ഒരു ഘട്ടമുണ്ട് കേട്ടോ. വൈദ്യൻ വരുന്നു, വലിവേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴെ കിടത്തുന്നു, ഇസ്തം സമസ്തം നരനാടകാംഗം. പോയി നേരെ മോർച്ചറിയിലേക്ക്, അവിടുന്ന് സെമിറ്ററിയിലേക്ക്. എന്നാൽ കല്ലറയ്ക്കപ്പുറത്ത് സംഭവിക്കുന്നതിന് മുൻപ്, കല്ലറയ്ക്കിപ്പുറത്തിരിക്കുമ്പോൾ തന്നെ രക്ഷകന് വേണ്ടി ഒരുങ്ങിയ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ രാത്രി പറയണം, ഈ മണ്ണിനേക്കാൾ വിണ്ണാണ് വലുത്. അവിടെ കണക്ക് തീർക്കുന്ന ജഡ്ജിയാണ് ഈ നിൽക്കുന്ന നസറയനായ യേശു. സ്തോത്രം. ഇനി ഇവിടെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പരിചയപ്പെടുത്തൽ യോഹന്നാന്റെ സുവിശേഷം 1:29 യോഹന്നാൻ 1:29 വേഗം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:29. പിറ്റേന്നാൾ യേശു അവന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശു ആരാണെന്ന് അനുഭവിച്ചറിയാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. അവൻ ഈ രാത്രി സാധാരണക്കാരനല്ല. ആ ബോധ്യം ഭരിക്കുന്ന ദൈവജനം സ്തോത്ര സ്വരത്തോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. നിന്റെ ഭാരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയം എത്ര ഗുരുതരമാണെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഉത്തരം തരാൻ ഇറങ്ങി വരാൻ കഴിവുള്ള കർത്താവിനെയാണ് ഇന്ന് രാത്രി സേവിക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനത്തിന്റെ നാവിൽ ഈ രാത്രി ആരാധന ഉയരുന്ന രാത്രിയായിരിക്കട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, ഞാൻ നിലവിളിച്ചാൽ എനിക്ക് വേണ്ടി ഉത്തരം തരാൻ ഇറങ്ങി വരുന്ന നസറയനായ യേശുവിനെ ഈ രാത്രി ഞാൻ ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാം, സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളോട് പറയാം, നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിലവിളിച്ച് കരഞ്ഞാൽ നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുന്നതിന് മുൻപ് വിഷയത്തിന് ഉത്തരം തരാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശു എന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി സ്തോത്ര സ്വരത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകണം. ഞാൻ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം കേട്ടത് ഓർക്കുന്നു. ഈ അമ്മച്ചി പറയുകയാണ്, തൻ്റെ ഭർത്താവിൻ്റെ നിര്യാണാനന്തരം വളരെ പ്രതിസന്ധികൾക്കകത്തൂടാണ് ഈ മാതാവ് കടന്നുപോയി. ഏക മകനേ ഉള്ളൂ. മകൻ അന്ന് സ്കൂളിൽ പോയ സമയത്ത് ഷൂസ് കീറിപ്പോയത് കൊണ്ട് തിരിച്ചു വന്ന അമ്മയോട് പറഞ്ഞു, അമ്മച്ചി, അമ്മേ എൻ്റെ ഷൂസ് കീറിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഷൂസ് വേണം. ഉടനെ സ്തോത്രം അമ്മ പറഞ്ഞു, മോനെ ഇപ്പം പൈസ ഇല്ല, അതുകൊണ്ട് തൽക്കാലം അത് കൊള്ളത് തയ്ച്ചിട്ടുകൊണ്ട് പോയാൽ മതി. അവസാനം അമ്മച്ചിയോട്, സ്വന്തം അമ്മയോട് മോൻ പറഞ്ഞു, മമ്മി ഇന്ന് വൈകിട്ട് മുതൽ ഞാൻ യേശു അപ്പച്ചനോട് പറയാൻ പോവുക, യേശു അപ്പച്ചൻ എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരും. ഞാൻ ഇന്ന് രാത്രി യാഥാർത്ഥ്യം പറയട്ടെ, ആ കുഞ്ഞ് കട്ടിലേൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുട്ടുകുത്തി നിന്നിട്ട് യേശു അപ്പച്ച കൂട്ടുകാരനെ കളിയാക്കുന്നു, എനിക്കൊരു ഷൂസ് വേണം ആമേൻ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. 1-ാം ദിവസമായി ഉത്തരമില്ല. 2-ാം ദിവസം പ്രാർത്ഥന തുടർന്നപ്പോൾ അമ്മ ഇങ്ങനെ പരിഹാസ രൂപത്തിൽ പറഞ്ഞു, പിന്നെ കോടിക്കണക്കിന് ആളുകളുടെ പ്രശ്നം തീർക്കാൻ യേശു ഇടപെടുന്നതിനകത്ത് നിനക്ക് ഷൂസ് വാങ്ങിക്കാനാണ് യേശുവിന് നേരം. 3-ാം ദിവസം വൈകിട്ട് ഇത് പ്രാർത്ഥിച്ചേച്ച് കുഞ്ഞ് കിടന്നുറങ്ങി കേട്ടോ. എന്നാൽ അവിടെ 3-ാം ദിവസം രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ഒരു കുബേര ഭവനത്തിലെ ധനാഠ്യൻ ഭാര്യാസമേതം കാറുമായി ആ ചെറ്റക്കുടിലിൻ്റെ വാതിക്കൽ വന്നു. ആ ചെറ്റക്കുടിലിന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, കതക് തുറന്നപ്പോൾ പറഞ്ഞു, ഒരു ബാഗ് കൊടുത്തിട്ട് പറഞ്ഞു, കവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനകത്ത് എൻ്റെ മോന് വാങ്ങിച്ച ഷൂസാണ്, വില കൂടിയ ഷൂസാണ്, പക്ഷേ വീട്ടിൽ
കൊണ്ട് ഇട്ടു നോക്കിയപ്പോൾ ചേരത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളുടെ മകന് വേണമെങ്കിൽ കൊടുക്കുക, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയി. ആ മാതാവ് കിടക്കുന്നതിന് മുൻപ് അതിൻ്റെ പുറം കവർ പൊട്ടിച്ച് ഇവൻ കണ്ണ് തുറക്കുമ്പോൾ കാണത്തക്ക വിധത്തിൽ കൺമുൻപിൽ വെച്ചിട്ട് കടന്നുറങ്ങി. രാവിലെ കണ്ണ് തിരുമ്മി തുറന്നതും ഇവൻ ഈ ഷൂസ് കണ്ട് ചാടി എഴുന്നേറ്റ് കാലയിലോട്ട് കയറ്റിയിട്ടപ്പോൾ വരച്ചു വെച്ചതുപോലെ കൃത്യമായിരിക്കുന്നത് കണ്ട് അവൻ സ്തോത്രം ചെയ്തുകൊണ്ട് അടുക്കളയിലോട്ട് ഓടിച്ചെന്ന് അമ്മയോട് പറയുക, മമ്മി എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഞാൻ പറയട്ടെ, 9 മണി കഴിഞ്ഞ് സംഭവിക്കുമെന്നല്ല, ഈ രാത്രി 8:30 കഴിഞ്ഞ സമയം നിന്റെ വേദനിപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൈമാറിയിട്ട് ലജ്ജ കൂടാതെ കരമുയർത്തിപ്പിടിച്ച് പോരാ ലജ്ജ കൂടാതെ കരമുയർത്തിപ്പിടിച്ച് യെസ്, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ നിന്റെ വിഷയത്തിന് ഉത്തരം തരാൻ യേശു ശക്തനാണ് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉറപ്പ് പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം ഈ പരസ്യ സ്ഥലത്ത് കരങ്ങൾ ഉയർത്തി പറയുന്നു, ഏത് പ്രശ്നത്തിനും ഏക ഉത്തരം ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. നിങ്ങൾ ഓർക്കണം, ഒന്ന് ശ്രദ്ധിച്ചേ, യോഹന്നാൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. യോഹന്നാൻ മതസമൂഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. മതസമൂഹത്തിന് മുന്നിൽ പറയുകയാണ്, കണ്ടോ ഇതാരെന്നറിയാമോ, ഇത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യഹൂദൻ്റെ പാപപരിഹാര ബലിയോടടുത്ത സമയം അവൻ്റെ പാപപരിഹാര ബലിക്ക് വേണ്ടി അർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാടിനെ സ്തോത്രം യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് പ്രവേശന കവാടത്തിൽ കെട്ടിയിടാറുണ്ട്. അത് കണ്ടുകൊണ്ട് യഹൂദന്മാർ പറയും, യഹൂദൻ എന്ന ഒരു ജനതയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടാണ് ഈ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സക്കറിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, യഹൂദൻ എന്ന ഒരു ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടല്ലിത്, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഒന്നും പറയാൻ നാവ് തുറന്നില്ലെങ്കിലും ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ യേശുവിന്റെ രക്തമെന്ന് പറയാൻ ഒരു ദൈവപൈതന്റെ അധരം തുറക്കുമെങ്കിൽ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്ന ദൈവ കുഞ്ഞാട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇടം വലം നോക്കാതെ ഇരിക്കുന്ന ഇരിപ്പിൽ അവന്റെ രക്തത്തിൽ ആശ്രയിച്ചൊന്ന് ആരാധിക്കാൻ നിങ്ങളുടെ അധരങ്ങൾ വിട്ടുകൊടുക്കുമോ? യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. സാത്താന്യ അടിച്ചമർത്തലുകൾ നിന്റെ വാ തുറന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നിന്നെ ആരാധിക്കാൻ അനുവദിക്കാതെ അടിച്ചമർത്തുമ്പോൾ ഇന്ന് രാത്രി വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി അധികാരത്തോടെ വിളിച്ചു പറയട്ടെ, ആ രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ദിരാഗാന്ധി രക്തം ചിന്തി മരിച്ചു, രാജീവ് ഗാന്ധി രക്തം ചിന്തി മരിച്ചു, മഹാത്മാഗാന്ധി രക്തം ചിന്തി മരിച്ചു, എബ്രഹാം ലിങ്കൻ രക്തം ചിന്തി മരിച്ചു. ആ മരണങ്ങളെല്ലാം രാഷ്ട്രീയ കുലപാതകങ്ങളായിരുന്നു. എന്നാൽ യേശുവിന്റെ മരണം അത് രാഷ്ട്രീയ കുലപാതകമല്ല, എനിക്കും നിനക്കും പകരമുള്ള മരണമായിരുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾ അധികാരത്തോടെ പറയണം, ഇവിടെ പ്രസംഗിക്കപ്പെടേണ്ട വചനം എൻ്റെ യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാണ്. ഞാൻ പറയട്ടെ, ഇന്ദിരാഗാന്ധിയുടെ മരണം അവർക്ക് അനുയായികൾക്ക് നഷ്ടമാണ്. രാജീവ് ഗാന്ധിയുടെ മരണം അനുയായികൾക്ക് നഷ്ടമാണ്. മഹാത്മാഗാന്ധിയുടെ മരണം അനുയായികൾക്ക് നഷ്ടമാണ്. ബേനസീർ ഭൂട്ടോയുടെ മരണം അനുയായികൾക്ക് നഷ്ടമാണ്. എന്നാൽ യേശുവിൻ്റെ മരണം എനിക്ക് നഷ്ടമല്ല, അവൻ്റെ മരണം എനിക്ക് ലാഭമാണ് എന്ന് പറയാൻ അധരം തുറക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, എൻ്റെ യേശുവിൻ്റെ ബലി മരണം പറയുമ്പോൾ ഒരു ഭക്തന്റെ അകം വിതുമ്പാതിരിക്കുകയില്ല. ഗതസമനയിൽ സ്തോത്രം അവിടുന്ന് ചോര വിയർത്ത രംഗം, നരകത്തിൽ ഊറയ്ക്കിട്ട ദുർമനസാക്ഷിയോടെ, വഞ്ചനയിൽ തുകച്ചെടുത്ത ദുർമുഖത്തോടെ, ലോകത്തിലെ സകല പൈശാചിക സത്വങ്ങളും ഒരുപോലെ മുഖത്തുരുണ്ടുകൂടിയ ഒരു നയവഞ്ചകൻ, ഗുരുദ്രോഹി യൂദാ ഇസ്കരിയോത്ത യേശുവിൻ്റെ മുഖത്ത് ചുംബനമേൽപ്പിക്കുമ്പോൾ സ്നേഹിതാ എന്ന് വിളിച്ച യേശു പ്രാർത്ഥിക്കുന്ന നിനക്കൊരു മാതൃകയായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ ശവപ്പെട്ടിക്ക് ആണി അടിക്കാൻ കയ്യിൽ
ആണിയും ചുറ്റിയയുമായി നടക്കുന്നവനെതിരെ കരമുയർത്താതെ നീതിയോടെ വിധിക്കുന്നവന്റെ കരങ്ങളിൽ കാര്യം ഫലമേൽപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അവിടുന്ന് നീതി വെളിപ്പെടുത്താൻ ശക്തനാണെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ എൻ്റെ നാഥന്റെ ആ ചുംബനത്തെ കണ്ടിട്ട് പറയണം, എൻ്റെ വിഷയത്തിന്മേലും എൻ്റെ ദൈവം നീതിയോടെ ഇടപെട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് അവിടുന്ന് ഗബത്തയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ, കണ്ണുതൊന്ന് ശ്രദ്ധിക്കണേ. ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അടിയേറ്റ് പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ അവിടുന്ന് തകരുകയാണ്. രക്തത്തിൽ കുളിച്ച് മാംസം പറഞ്ഞു കീറി നിൽക്കുന്ന ദൈവപുത്രൻ അടിയേറ്റ് തകർന്ന ശരീരത്തിലേക്ക് ഭാരമേറിയ മരക്കുരിശ് വെച്ചുകൊടുത്ത് വീണും എഴുന്നേറ്റും വ്യസനവീഥിയിലൂടെ ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് അവൻ ഗോൽഗോഥയിൽ എത്തിച്ചേരുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, പൈശാചിക ശക്തികൾക്ക് വിറയൽ പിടിക്കുന്ന രംഗം നീ ക്രൂശിനെ ധ്യാനിക്കുന്ന രംഗമാണ്. ഇത് വാ തുറന്ന് ഏറ്റെടുക്കാൻ കഴിവുള്ള ദൈവവൈതലുണ്ടെങ്കിൽ ഈ രാത്രി നിനക്കുള്ള വിടുതൽ ക്രൂശിലെ യാഗത്തിലാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ശബ്ദമുയർത്തി പറയണം, അവിടെയാണ് പഴയ പാമ്പിന്റെ തല തകർന്നത്. പണി തീർത്ത ക്രൂശ് മലർത്തിയിട്ടിട്ട് ഷൂസ് ഇട്ട കാലുകൊണ്ട് റോമൻ പടയാളികൾ കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കുമ്പോ വായ് മാത്രം സ്വാധീനമുള്ളപ്പോ അവിടുന്ന് പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അടിച്ച് ശരീരം ക്രൂശിനോട് ചേർത്ത് യോജിപ്പിച്ചിട്ട് ഒരു കയറിന്റെ സഹായത്തോടെ ആ പാറയിൽ വെട്ടിയ ഇടുക്കിലേക്ക് ആ ശരീരം ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിൽ എൻ്റെ നാഥൻ പിടയുകയാ. ഒന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദമുയർത്തി പറയണം, ഞാൻ ക്രൂശിനെ വന്ദിക്കുകയാണ്, കാൽവറിയെ ഈ രാത്രി ഞാൻ ഉയർത്തുകയാണ്. എൻ്റെ പാപമോചനം നടന്നത് അവിടെയാണ്, പഴയ പാമ്പിൻ്റെ തല തകർന്നത് അവിടെയാണ്, പാതാള ശക്തികൾ ആയുധം വെച്ചത് അവിടെയാണ്, നരക കവാടങ്ങൾ വിറച്ചത് അവിടെയാണ്, എൻ്റെ രക്ഷ പൂർണ്ണമായത് അവിടെയാണ്, എൻ്റെ ശാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറിയത് അവിടെയാണ്. സ്തോത്രം. അവിടുന്ന് ക്രൂശിൽ തൂങ്ങിക്കിടന്ന് പിടയുമ്പോ അതിവേദനയിൽ പിടയുകയാ. നിങ്ങൾ ശ്രദ്ധിക്കണേ, സാധാരണ ക്രൂശിക്കപ്പെട്ട ആളുകൾ ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്, അല്ലാതെ രക്തം ചിന്തിയല്ല. രണ്ട് ദൃഢഗ്രന്ഥികളിൽ കൈകൾ തൂങ്ങിക്കിടക്കുമ്പോ രണ്ടു വശത്തെ മാംസപേശികൾ ലങ്സിൽ മുറുകിപ്പോയാൽ ഒരു വ്യക്തി ശ്വാസമെടുക്കാതെ പിടയ്ക്കുമ്പോൾ എവിടെ ചവിട്ടി പൊങ്ങി ശ്വാസമെടുക്കണം? കാലിലെ മുറിവിൽ ശരീരഭാരം താങ്ങിയേൽപ്പിച്ചിട്ട് ആ മുറിവിൽ നിന്ന് പിടച്ച് പൊക്കണം. അങ്ങനെ പിടഞ്ഞ് പൊങ്ങുമ്പോ അവിടുത്തേക്കൊരു കാര്യം മനസ്സിലായി, ഒരു പ്രവചന വാക്ക് നിവർത്തിക്കപ്പെടാനുണ്ട്. അവർ എൻ്റെ ദാഹത്തിന് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന പ്രവചന വാക്ക് നിവർത്തിക്കപ്പെടാനുണ്ട്. അത് നിവർത്തിക്കുമാറ് അവിടുന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അടുത്തതായി അവരിൽ ഒരുത്തന് സ്പോങ് എടുത്ത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് ഒരോടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. എന്താ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്? ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യവും പുളിപ്പിച്ച വീഞ്ഞും കൃത്യം അനുപാതത്തിൽ ചേർത്താൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഒരു അതേ മയക്കുമരുന്ന് പോലെയായി മാറും.
അത് കുടിക്കുന്നയാൾ മയങ്ങിപ്പോകും, പിന്നെ വേദന അറിയില്ല. ക്രൂശിതർ പീഡ അറിയാതിരിപ്പാൻ പലസ്തീൻ നാട്ടിലെ ധനിക സ്ത്രീകൾ തയ്യാറാക്കുന്ന ഔദാര്യ പാനീയമാണിത്. യേശുവിന് മനസ്സിലായി, ഞാൻ മയങ്ങി മരിക്കാൻ തന്നതാണിത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം മയങ്ങിയല്ല ഞാൻ അനുഭവിക്കേണ്ടത്, ബോധപൂർവം അനുഭവിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടുന്ന് അത് വേണ്ട എന്ന് വെച്ചു. എന്നിട്ട് സകലതും നിവർത്തിയായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ടെറ്റലസ്റ്റായി, നിവർത്തിയായി. ഞാൻ ചോദിക്കട്ടെ, ഈ സമയം 3 സംഭവങ്ങൾ നടന്നു. ഞാൻ ഈ രാത്രി വേദിയിൽ നിന്ന് വെല്ലുവിളിക്കുന്നു, മനുഷ്യകുലത്തിൽ ആരുടെയെങ്കിലും മരണത്തിന് ഇങ്ങനെ നടന്നിട്ടുണ്ടോ? ഒന്ന്, ആ സമയം മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ടടിയോളം 2 കീറി മാറി. 70 അടി നീളം, 30 അടി വീതി, 4 ഇഞ്ച് കനമുള്ള നിരവധി കുതിരകളെ ചേർത്ത് നിർത്തി വലിച്ചാൽ കീറാത്ത തിരശീല മുകൾ തൊട്ടടിയോളം കീറിയതിന്റെ കാരണം, സ്തോത്രം, ഒരു വ്യക്തിക്കും തിരശീല കൊണ്ട് തടസ്സം വേണ്ട. ഏത് മനുഷ്യനും ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലാൻ ദേഹമെന്ന തിരശീല കീറിയിരിക്കുന്നു എന്ന് ബോധ്യം നൽകിക്കൊണ്ട് ആ തിരശീല കീറിക്കഴിഞ്ഞു. സ്തോത്രം. ഭൂമി കുലുങ്ങി. ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് ഭൂമി കുലുക്കം ഉണ്ടാകുന്നത്? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, 39,000 മൈൽ ചുറ്റളവുള്ള ഈ ഭൂമിയുടെ ഭൂഗർഭം മാൻഡിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ്. അതിന്റെ പുറത്ത് 100 കിലോമീറ്റർ കനത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂഗർഭ പാളികൾ നിലകൊള്ളുന്നു. അതിന്മേലാണ് ഭൂഖണ്ഡങ്ങൾ നിലകൊള്ളുന്നത്. ഒരു ഭൂഖണ്ഡം മറ്റൊരു ഭൂഖണ്ഡവുമായി ചേർന്ന് ഈ പാളികളിൽ ഉരസുമ്പോൾ ഇടയിൽ നിന്ന് ഉയരുന്ന മർദ്ദമാണ് ഭൂകമ്പം എന്ന് നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ക്രൂശിൽ നിന്ന് നിവർത്തിയായി എന്ന ശബ്ദം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഭൂഗർഭത്തിലേക്ക് ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഇറങ്ങിച്ചെല്ലത്തക്ക വിധം മനുഷ്യകുലത്തിൽ പഴയ പാമ്പിന്റെ തല തകർത്ത് പാതാള മേഖലയിൽ ജയമാഘോഷിച്ച ഒരു മരണമുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിന്റെ മരണമാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി കരമുയർത്തിക്കൊണ്ട് പറയണം, എൻ്റെ യേശുവിന്റെ മരണം പഴയ പാമ്പിന്റെ തല തകർത്ത മരണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കരമൊന്ന് ഉയർത്തിയിട്ട് ശബ്ദം ഉയർത്തി പറയാമോ, യേശുവേ എന്ന്? ഇരിക്കുന്ന ഇരിപ്പിൽ എത്ര വായെന്ന് തുറക്കും ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ. പോരാ. ആ 2 കൈകളും ഒന്ന് ഉയർത്താമോ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആ 2 കൈകളും ഉയർത്താമോ? ഇന്ന് രാത്രി ഒരു സാധാരണ രാത്രിയല്ല. നിന്റെ വിഷയത്തെ ഉദ്ധരിക്കാൻ യേശു ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അവന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു, ഇത്രയും ദൈവജന കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുന്ന സമയം അവന്റെ തേജസ്സിന്റെ കരം ചില ശരീരങ്ങളുടെ മേൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില ശരീരങ്ങളുടെ മേൽ സിഗ്നലുകൾ വരുത്തി മൺകൂടാരത്തെ മരവിപ്പിച്ച് തകർക്കത്തക്ക വിധം വാദിച്ചു നിൽക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ ബലമുള്ള കരം ചില വ്യക്തികളുടെ ശരീരത്തിന്മേൽ ഇന്ന് രാത്രി വിടുതലിനായി ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവവൈതലേ, നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന നിന്റെ നാവിൽ ദൈവത്തിന് ആത്മാവ് തരികയാണ്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട ദൈവകൃപയ്ക്കെതിരെ ചിറകടിച്ച് പറക്കാൻ നിനക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും നിന്നെ പറക്കാൻ അനുവദിക്കാതെ നിന്റെ ചിറകുകളെ മരവിപ്പിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്ന ബന്ധനങ്ങൾ അതെത്ര പ്രബലമാണെങ്കിലും ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് കഥകടച്ച് പുറത്തിറങ്ങിയിട്ട് ഈ യോഗത്തിന് കടന്നു വരുമ്പോൾ ഓരോ ചുവടുവയ്പ്പുകളിലും നിന്റെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ വ്യാകുലതകൾ എത്ര ഭീകരമാണെങ്കിലും ഇന്ന് രാത്രി
പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ഈ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നെന്നും ആ പഴയ പാമ്പിനെ തലയെ തകർക്കുന്ന ആ ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തിയുടെ വിജയം വ്യാപരിക്കുന്ന മനുഷ്യന്റെ കൈ തൊടാത്തയുടെ വിടുതലുകൾ ഇന്ന് രാത്രി ആത്മാവിൽ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഏറ്റുവാങ്ങുന്ന രാത്രിയാണ് ഈ രാത്രി എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ച് തുടങ്ങുന്ന രാത്രിയാകട്ടെ. തേജസ് ഉടുത്തുകൊണ്ട് യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അവൻ സാധാരണക്കാരനല്ല, അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. അവൻ സാധാരണക്കാരനല്ല, അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഇതിന്റെ പരിസരങ്ങളിലേക്ക് ദൈവശക്തിയുടെ ജീവൻ വീശിയടിക്കുന്ന ഒരു കാറ്റുപോലെ വ്യാപരിക്കുന്ന രാത്രി ദൈവജനത്തിന് നടുവിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവന്റെ കരത്തിന്റെ ചലനം ഈ രാത്രി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രി ഇതിനകത്തുണ്ട്. അവന്റെ രക്തത്തിന്റെ ശക്തിക്ക് തകർക്കാൻ കഴിയാത്ത ഒരു ആധിപത്യങ്ങളുമില്ല. ഈ രാത്രി വിളിച്ചു പറ, ആ രക്തത്താൽ പാപമോചനം പ്രാപിച്ച എന്നെ തകർക്കാൻ പാതാള ശക്തികൾക്ക് കഴിയുകയില്ല. അവൻ ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങട്ടെ. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ദൈവ നിയോഗം തന്നിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ വാ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ ഈ പ്രഥമ രാത്രി മീറ്റിങ്ങിൽ തന്നെ വിളിച്ചു പറയുന്നു, അവസാനിക്കുന്നതിന് മുൻപ് ചില ദൈവപ്രവർത്തികൾ ഈ കൺവെൻഷൻ്റെ ഒടുവിലത്തെ കുത്തിടുന്നതിന് മുൻപ്, അവസാനം ഈ കൺവെൻഷന്റെ മൂന്നാമത്തെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ ഈ ദേശത്തിന്മേൽ പ്രതിക്രിയ പ്രവർത്തി നടത്തുന്ന തക്കവണ്ണം എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, അടുത്ത ദിവസം ജനത്തിൻ്റെ മുൻപിൽ നിർത്തേണ്ടതിന് പ്ലാൻ ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ കാരാഗ്രഹത്തിലാക്കി 4 ചേവകരുടെ 4 കാവൽ കൂട്ടങ്ങൾ കാത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ 3-ാം അതിർത്തിയിൽ നിന്ന് എൻ്റെ ദൈവത്തിന്റെ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ചീഫ് കമാൻഡർ ഇറങ്ങി വന്ന വിഷയത്തിന് ഉത്തരം നൽകിക്കൊണ്ട് 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് ഗേറ്റും കടന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ വിഷയമെത്തിക്കാൻ ആത്മലോകത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ ഒരു സഭയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഇറങ്ങി വന്നത് സത്യമാണെങ്കിൽ ഒരിക്കലും തുറക്കത്തില്ലെന്ന് മനസ്സ് നിന്നോട് പറയുന്ന ചില പ്രതിസന്ധികളുടെ അയൺ ഗേറ്റുകൾ, അതെ ഈ രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇതിനകത്തിരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ അയൺ ഗേറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ തുറക്കപ്പെടുന്ന രാത്രിയാണ്. അവന്റെ രക്തത്തിന് അഴിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളില്ല. തിരിച്ചറിയട്ടെ, യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ദർശനത്തിനായി ചില കണ്ണുകൾ ഇവിടെ തുറക്കപ്പെടുന്നു. ദൈവശബ്ദത്തിനായി ചില കാതുകൾ ഇവിടെ തുറക്കപ്പെടുന്നു. യേശുവിൻ്റെ കരം ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളെ തൊടുകയാണ്. അസാധാരണമായ ചില ദൈവ നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവ് ചില വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്ന രാത്രിയാണ്. അവന് തേജസ് ഉടുത്തുകൊണ്ട് ദൈവജനത്തിന് നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ മുൻപിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, യേശു ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ആര്? പാപത്തിന് പരിഹാരം വരുത്തുന്നവൻ തന്നെയല്ല, അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജി. ശ്രദ്ധിക്കണേ, അവൻ ആര്? ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ, ശക്തിയോടെ. 1 യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2 യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനമേൽപ്പിക്കുന്നവൻ ഇവനാണ്. വീശുമുറം ഇവന്റെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ ജഡ്ജിയാണ്. എന്നാൽ അവൻ വർത്തമാനകാലത്ത് ചെയ്യുന്നൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമം വെള്ളമാണ്. എന്നാൽ ഈ വരുന്നയാൾ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നയാളാണ്. അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ, ആത്മമണ്ഡലത്തിലാണ് ആ സ്നാനം നടക്കുന്നത്.
സെഹിയോൻ മാളിക മുറിയിൽ നടക്കാൻ തുടങ്ങുന്ന ആത്മപ്രവാഹത്തെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇന്ന് രാത്രി യേശു ഇവിടെ എത്തിയിട്ടുണ്ട്. സമർപ്പിക്കാൻ ഒരാൾ തയ്യാറായാൽ നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവാത്മ വ്യാപാരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിറയ്ക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി വാ തുറന്നെന്ന് പറ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. ഞാൻ ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ചോദിക്കട്ടെ, നമ്മുടെ ദൈവം അവൻ്റെ മഹത്വത്തോടുകൂടെ ഇറങ്ങി വന്ന രംഗങ്ങളിലൊക്കെ അവിടുന്ന് വെളിപ്പെട്ടത് സാധാരണ ഒരു രൂപമായിട്ടല്ല, സാക്ഷാൽ അഗ്നിജ്വാല പോലെ രൂപമായിട്ടാണ്. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ ഞാനും പേടിച്ച് വിറയ്ക്കുന്നു എന്ന് പറയത്തക്ക വിധം മോശ കാണുന്നത് മഹാദൈവം തീക്കകത്ത് വെളിപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ നാം സേവിക്കുന്ന ദൈവ സാധാരണക്കാരനല്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ആ ആത്മ തേജസ് നിന്നെ ഒന്ന് ചുറ്റാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ ഇത് നിന്നെ കരിച്ചൊരു പിടിച്ച് ആമ്പലാക്കുന്ന അഗ്നിയല്ല, ഇത് നിന്നെ കവർ ചെയ്യുന്ന ആത്മാവിൻ്റെ തീയാണ്. ഒരു ബാലിൻ്റെ ശക്തികൾക്കും ഒരു അശേര പ്രതിഷ്ഠകൾക്കും ബന്ധിക്കാൻ കഴിയാത്ത ഒരു ആത്മവ്യാപാരം അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് തുടങ്ങട്ടെ. ഇടത്തിരിക്കുന്നവർ മൗനം പുലർത്തിയാലും മുൻപിലെ പുറകിലും ഇരിക്കുന്നവർ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി നാവൊന്ന് ആരാധനയ്ക്ക് വിട്ടുകൊടുക്കുമെങ്കിൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നാവിനെ നിറയ്ക്കുക മാത്രമല്ല, നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തലത്തിൽ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിറയ്ക്കാൻ ആ ആത്മവ്യാപാരം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മം ചൈതന്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും കൂടെ ചേർക്കുന്ന തൈലത്തിൻ്റെ മയമല്ല നമ്മൾ അനുഭവിക്കുന്നത്. കാത്തിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മൂടുന്ന ഒരാത്മവ്യാപാരത്തിൻ്റെ അനുഭവമുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളെ സ്തോത്രം പറയാൻ മറ്റാരും പ്രേരിപ്പിക്കേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ അവരിവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടാകത്തക്ക വിധത്തിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ മേഖലകളെ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ ചെവിയുടെ ചലനത്തെ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ തുക്കിൻ്റെ പ്രവൃത്തിയെ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ മനസ്സിൻ്റെ മേഖലകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ നാവിലേക്ക് അന്യഭാഷയായി പെയ്തിറങ്ങുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ മിനിറ്റുകളിൽ ആത്മസ്നാനം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ചില ദൈവമക്കൾ ആരൊക്കെ പരിഹാസത്തോടെ നോക്കിയാലും ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഒരു പാതാള ശക്തികളെയും ബന്ധിക്കാനുള്ള കഴിവില്ലായ്മയില്ല. അതിന്ന് രാത്രി ഇതിനകത്ത് നടക്കുന്ന രാത്രിയാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നാളെ നടത്താൻ ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ദുരന്തങ്ങളെ വഴിമാറ്റാൻ യേശുവിൻ്റെ കരം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവകരം ചില വിടുതലിനായി വ്യാപരിക്കും. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ പറ, ആ സ്നാനം നടത്തുന്നവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഗ്രഹീതനായ കർത്തൃദാസന്മാരായ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരിക്കൽ കെ എബ്രഹാം എന്നയാൾ അന്ന് പുത്തൻകാവിലെ ഒരു പഴയ ആരാധനയിൽ പങ്കെടുക്കുന്ന പതിവിൽ ആത്മസ്നാനത്തെക്കുറിച്ച് കേട്ടിട്ട് അത് പ്രാപിക്കുവാനുള്ള കൊതിയോടുകൂടെ തിരുവനന്തപുരത്ത് സി മനസ്സെ എന്ന ദൈവദാസന്റെ വീട്ടിൽ കടന്നുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ അനുഭവം കുറിക്കുകയാണ്. ഒരു തീമേഘം തന്റെ തലയ്ക്ക് മുകളിൽ നിഴൽ വിരിക്കുന്നത് പോലെ തനിക്ക് തോന്നി. തന്റെ ബൈബിൾ കയ്യിൽ വെച്ച് സി മനസ്സെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ശരീരത്തിനകത്തേക്ക് ഒരു അഗ്നിപ്രവാഹം പോലെ തന്റെ നാവ് ചലിക്കാൻ തുടങ്ങി. തന്റെ നാവിൽ അന്യഭാഷ പുറത്തേക്കൊഴുകി. ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ ആത്മനദിയിൽ ആനന്ദിച്ചു തുടങ്ങി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നേരെ പുത്തൻകാവിലെത്തി. പഴയ യോഗത്തിൽ പങ്കെടുക്കുവാൻ അവിടെ എത്തി. പക്ഷേ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാത്ത ഒരു ചലനം ശരീരത്തിൽ അനുഭവപ്പെട്ടു. യോഗം കഴിഞ്ഞ് മൂപ്പന്മാർ പറഞ്ഞു, സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ഈ പിത്തലാട്ടം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നീട് വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ താൻ ഏകനായി ഇരുന്ന സമയം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു വാർത്ത അറിഞ്ഞു.
തൊട്ടടുത്ത വീട്ടിലെ റാഹേലമ്മയെ കരിമൂർഖൻ കടിച്ചു. മരണത്തോടടുക്കുന്നു. ഓടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആളുകളെല്ലാം കണ്ടിറങ്ങുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ പുറകിലിരുന്ന് കരയുന്നുണ്ട്. ഈ സമയം അദ്ദേഹവും കണ്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ ഇടിവെട്ടേറ്റ പോലെ ഒരു ശബ്ദം ഉള്ളിൽ മുഴങ്ങി. സി മനശയുടെ വീട്ടിൽ വെച്ച് നിന്റെ മേൽ പകർന്നത് ഇവളുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ ശാസിക്കാൻ ശക്തിയുള്ള ആത്മവ്യാപാരം തന്നെയാണ്. ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ച ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളെയും അഴിച്ചെടുക്കാൻ കഴിവുള്ള ആത്മവ്യാപാരമാണ് നാം വിശ്വാസത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ അനുഭവിച്ചതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി പറയണം, ആരുടെയും കൈത്താങ്ങൽ വേണ്ട, അത് സ്നാനം നൽകാൻ കഴിവുള്ളവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇറങ്ങുന്ന സമയം ഒരു തലയിണയുടെ പുറത്തേക്ക് പോച്ച പറിക്കാൻ പോയപ്പോൾ കരിമൂർഖൻ കുത്തിയ ഭാഗം എടുത്തു വെച്ചിട്ട് കണ്ണ് കരിനീലിച്ച് അടയാൻ തുടങ്ങുന്ന സമയം മരണത്തോടെടുക്കുന്ന ഈ സ്ത്രീയുടെ മുൻപിൽ ആ കൈ തൻ്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി കണ്ണുനീരൊഴുക്കി. തന്റെ നാവിൽ ഉയർന്ന അന്യഭാഷയുടെ പശ്ചാത്തലത്തിൽ തനാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ആ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. അവൾ അത്ഭുതകരമായി ചാടി എണീറ്റു. അടുത്ത മിനിറ്റുകളിൽ ഭക്ഷണം കഴിച്ച് ബലപ്പെട്ടു. എന്തിന്? വൈദ്യശാസ്ത്ര വിധികൾക്കപ്പുറത്ത് കരിമൂർഖൻ കടിച്ച റാഹേലമ്മയെ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കി. അദ്ദേഹം തന്റെ അനുഭവക്കുറിപ്പിൽ കുറിച്ച വാക്കുകളോടെ ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: റാഹേലമ്മയുടെ കൈ എൻ്റെ കൈകളിൽ എടുത്തു വെച്ച് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ എൻ്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഈ ദൈവശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദമുയരട്ടെ. ഈ ദൈവശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എഴുന്നേറ്റ് നിൽക്കാവുന്നവരെല്ലാമായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിൽക്കാവുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യെസ്, രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വായി തുറന്ന് യേശുവേ എന്നൊന്ന് പറയട്ടെ. ഇന്ന് രാത്രി ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടത്തും വലത്തും നിൽക്കുന്നവരും മൗനം പുലർത്തി നിൽക്കുന്നവരും അശ്രദ്ധ പുലർത്തുന്നവരെ ആരെ ശ്രദ്ധിക്കണ്ട. ഇന്ന് രാത്രി ദൈവം നിനക്ക് തന്നിരിക്കുന്ന നിഷ്കളങ്കമായ നിയോഗത്തിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്ന് ഒന്ന് നിലവിളിച്ച് ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആവശ്യഭാരമുള്ള ചില പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ ഇന്ന് രാത്രി ആശ്രയത്തിനായി ഉയർന്നു നിൽക്കുന്നത് ഞാൻ ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രിയ സാംബാസ്റ്ററുടെ അധ്വാനവും ഇവിടെയുള്ള ദൈവമക്കളുടെ പരിശ്രമവും ഇതിന്റെ പുറകിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഉയർത്താനുള്ളത് ഒരു വ്യക്തിത്വത്തെയാണ്. അവൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കുഴഞ്ഞു മറിഞ്ഞ നിന്റെ ജീവിത പ്രതിസന്ധികളുടെ ഉത്തരം കാണാതെ ആഴക്കയത്തിൽ മുങ്ങിത്താണുകൊണ്ട് വേദനിക്കുന്ന ചോദ്യങ്ങളുമായി രാത്രി മീറ്റിംഗിൽ എത്തിച്ചേർന്ന് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉയർന്ന കരങ്ങളുടെ തളർച്ച കണ്ടുകൊണ്ട് അതിന്മേൽ കയറിപ്പിടിച്ച് രാത്രി വിടുതൽ പകരാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ഇടം വലം നിൽക്കുന്നവർ ശ്രദ്ധിക്കുമല്ലോ എന്നോർത്ത് പരിഭവിക്കാതെ ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തിയോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശക്തിയോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശബ്ദമുയരട്ടെ. എല്ലാ നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. കർത്താവേ, ഈ രാത്രി എൻ്റെ വിഷയത്തിന്മേൽ ഉത്തരം തരണമേ. ശബ്ദമുയരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആരിവിടെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഇന്ന് രാത്രി പറയാം, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേവലം ശബ്ദ തരംഗങ്ങളായിട്ടല്ല, ചില ശരീരങ്ങളുടെ മേൽ രോഗശാന്തിയായി വ്യാപരിക്കുന്ന രാത്രിയാണ്. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരിക്കുന്ന മുടന്തന്റെ നേരെ കൈനീട്ടിയിട്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന്
ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ കർണപുടങ്ങളിൽ വീണ ആ ജീവന്റെ വചനം അവന്റെ ഉദരത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അവന്റെ 2 കാലുകളുടെയും മാംസപേശികളെ ബലഹീനമാക്കി ആ നേർവ സിസ്റ്റത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ആ സകല ചലനരഹിതാവസ്ഥകളുടെ മേലും ആ ദൈവശക്തി വ്യാപരിച്ചിട്ട് അവർ കാലൂന്നി എഴുന്നേൽക്കത്തക്ക വിധം അവന്റെ കാതിൽ വീണ വചനം അവന്റെ സിരകളിൽ രോഗശാന്തിയായി വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം യേശുവിന്റെ നാമത്തിൽ ഇവിടെ ചില വ്യക്തികൾക്ക് വേണ്ടി അത് രോഗശാന്തിയായി വ്യാപരിക്കുന്ന രാത്രിയാണ്. പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പറക്കാൻ നിനക്ക് ചിറകുകളുണ്ട്, പക്ഷെ നിന്നെ പറക്കാൻ അനുവദിക്കാതെ നിന്റെ ചിറകുകളെ അരിയത്തക്ക വിധത്തിൽ വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ പുൽപിറ്റിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയമ രക്തത്താൽ അരിയട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ, കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് സ്തോത്രം. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ഞാൻ ഇന്ന് രാത്രിയിൽ കാണുന്നു തേജോമയൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇറങ്ങിയവന്റെ തേജസ് ഇന്ന് രാത്രി ഇവിടെ ചുറ്റി മിന്നുന്ന രാത്രിയാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചിറങ്ങിയവൻ ഇന്ന് രാത്രി ഇതാ ഈ കോമ്പൗണ്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിൽക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിന്മേൽ യേശുവിന്റെ കരം ഈ രാത്രി നീണ്ടു വരികയാണ്. യേശുവിന്റെ രക്തത്താൽ ആ ദൈവപ്രവൃത്തിയുടെ വിഷയങ്ങളെ തൊടുകയാണ്. ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് യേശുവേ എന്നൊന്ന് വാ തുറന്ന് വിളിച്ചു. ശബ്ദമുയരട്ടെ. പാസ്റ്റർ രാജു മേത്രയെ മറക്കുക, ഗായക സംഘത്തെയും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെയും മറക്കുക. യേശുവിനെ മാത്രം, യേശുവിനെ മാത്രം, യേശുവിനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുക. ആ നാമം സകല നാമത്തിനും മേലായ നാമം. ആ നാമം സകല മുഴങ്കാലും മടങ്ങുന്ന നാമം. ആ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടക്കുന്ന നാമം. ആ നാമം ജോസേഫും മറിയയും ആലോചിച്ചിട്ട നാമമല്ല. ആ നാമം മണ്ണിലുണ്ടായ നാമമല്ല. ആ നാമം വിണ്ണിലുണ്ടായ നാമമാണ്. ഞാൻ ഈ രാത്രി ക്രൂശിന്റെ ചുവട്ടിൽ വരികയാണ്. യേശുവേ, തകർന്നൊരു പാത്രമാണ് ഞാൻ. ഉടഞ്ഞു തുടങ്ങി ഞാൻ. പ്രതീക്ഷകളറ്റവനാണ് ഞാൻ. നിരാശയുടെ നീർക്കയത്തിൽ മുങ്ങുന്നവനാണ് ഞാൻ. കളിമണ്ണ് കുശവന്റെ കയ്യിൽ കേടായിപ്പോയതുപോലെ ഞാനും കേടായവനാണ്. ഈ രാത്രി എന്നോട് കരുണ തോന്നണേ യേശുവേ, എന്റെ വിഷയത്തിന് ഉത്തരം തരണേ എന്ന് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്റെ സഹോദരി സഹോദര, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ 9 മണിക്ക് എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. ഞാൻ ക്രൂശിനെ ആലിംഗനം ചെയ്യുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം. ഈ രാത്രി ഞാൻ പ്രാർത്ഥന ചോദിക്കുന്നു എന്നാഗ്രഹിക്കുന്നവർ അവരുടെ താല്പര്യത്തിന്റെ പ്രതീകമായി വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഞാൻ ഈ രാത്രി ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ ഉയർന്ന കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ നിയമരക്തത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ഇന്ന് രാത്രി ഈ കരങ്ങളെ തിരുരക്തത്താൽ അനുഗ്രഹിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവിക ഉത്തരം വ്യാപരിക്കട്ടെ. നിയമരക്തത്താൽ ഈ കരങ്ങളുടെ വിടുതൽ അക്ഷരികമായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം ശക്തിയോടെ. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, 1 മിനിറ്റ് ശ്രദ്ധിക്കുക. യേശു ആര്? ഈ കൺവെൻഷന്റെ ആദ്യ രാത്രിയിൽ സുവിശേഷത്തിന്റെ കാമ്പും സത്തും ഞാൻ പരിചയപ്പെടുത്തി നിർത്തുന്നു. 1,
ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ആര്? 2, ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജി. യേശു ആര്? 3, ആത്മാവാകുന്ന നദിയിൽ സ്നാനമേൽപ്പിക്കുന്ന സ്നാപകൻ. ഒരിക്കൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, യേശുവിന് തുല്യം യേശു മാത്രം. ഇന്ത്യയിലെ ഒരു തത്വചിന്തകൻ പറഞ്ഞ വാക്കോടെ, യേശുവിന്റെ കാലത്തു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കവിൾത്തടങ്ങളിൽ നിന്ന് ഊറുന്ന കണ്ണുനീർത്തുള്ളികൾ കൊണ്ടല്ല, എന്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ അവിടുത്തെ പാദങ്ങൾ കഴുകുമായിരുന്നു. യേശുവിന് തുല്യം യേശു മാത്രം. അവനെ ഞാൻ ഈ രാത്രി ഉയർത്തുകയാണ്, ഈ സദസ്സിൽ ആലിംഗനം ചെയ്യുകയാണ്. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു.